ലവേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ എത്തിയിരിക്കുന്നത് തൃശ്ശൂരുള്ള പൂവത്തൂരുള്ള ശരത്തിൻ്റെ ഗപ്പി ഫാമിലി വിശേഷങ്ങളായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ഗപ്പീസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ പേര് ശരത്ത്. തൃശ്ശൂർ ജില്ലയിൽ ഇതൊക്കെ പാവർട്ടി എന്ന സ്ഥലത്താണ് എൻ്റെ ഫാം സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ ഫാമിൻ്റെ പേര് വാട്ടർ ഹെവൻ. ഞാനിവിടെ ചെയ്യുന്നത് ഒരു 25 വെറൈറ്റിയോളം ബ്രീഡ് ചെയ്യുന്നുണ്ട്. അതിൽ F1 ബാച്ച് എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്, ഇമ്പോർട്ടഡ് ഐറ്റംസിൻ്റെ. കൊറിയർ ഓൾ കേരള കൊറിയർ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2-3 കൊല്ലത്തിന് മേലെ ആയിട്ടുണ്ട്. ഞാൻ പുറത്തായിരുന്നു. അപ്പോൾ അതേപോലെ വരുമ്പോൾ ചെയ്യും, പിന്നെ അത് പോകുമ്പോൾ അങ്ങനെ ഉണ്ട് അവിടെ ഇട്ടിട്ട് പോവും. ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ഇതിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഈ കറക്റ്റ് സത്യം പറഞ്ഞാൽ 1 കൊല്ലമായിട്ട് ഇപ്പോൾ ഇതിൽ കറക്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. നല്ല ഇമ്പോർട്ട് ക്വാളിറ്റിയുടെ F1 ബാച്ച് നല്ല ബ്രീഡർമാരെന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് നമ്മളതിൻ്റെ നടക്കുന്നു. ബ്രീഡിങ് നമ്മൾ ഇത് ബ്രീഡായവരെ നമ്മൾ പ്രത്യേകം മാറ്റിയിട്ടിട്ട് കേജിലിട്ടിട്ട് നമ്മൾ കുട്ടികളെ തരം ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പതിവ്. ഇതിൽ തന്നെ നമ്മൾ മെയിലിനൊക്കെ ഇപ്പോൾ ഏകദേശം ഇതിപ്പോൾ ബ്രീഡാവറായ ഫീമെയിലിനെ നമ്മൾ കേജിലാക്കിയിട്ട് കുട്ടികളെ സെപ്പറേറ്റ് ചെയ്തിട്ട് ചെറിയ ഡബ്ബയിൽ 15 ദിവസം ചെറിയ ഡബ്ബയിൽ ഫീഡ് കൊടുത്തിട്ട് പിന്നെ വലുതിലേക്ക് നമ്മൾ മാറ്റി ചെയ്യാം. ഫുഡ് ഞാനിപ്പോൾ ഇവിടെ 2 നേരം RTM വിരിച്ചു കൊടുക്കും. 2 നേരം RTM വിരിച്ചു കൊടുക്കും. പിന്നെ മൊയിന ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പെല്ലറ്റ് ഫീഡ്, അജിലീസ്, പിന്നെ അതുപോലെ തന്നെ പാണ്ഡുരാസ്, പിന്നെ ബീറ്റ് എന്നിട്ട് ഇപ്പോൾ ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്യുന്നുണ്ട്. സെയില് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് എടുക്കണവർ നമ്മൾ ഇവിടെയുള്ള പരിചയമുള്ള എല്ലാവരും വന്നിട്ട് ഇവിടെ വന്നിട്ട് എടുക്കാറുണ്ട്, കളക്ട് ചെയ്യുന്നത്. പരിചയപ്പെടാം. ഇത് മൊസൈക്ക് ബിഗ് ഗിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലൈനേജാണത്. റിബൺ ലൈനേജാണത്. ഇയർ നല്ല എലിഫന്റ് ഇയർ വരുന്നതാണ്. പെട്ടെന്ന് എല്ലാവരും കണ്ടുകഴിഞ്ഞ് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു പഴയ ലൈനേജാണ്. ഇത് ഇപ്പോഴും എല്ലാവരും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഉണ്ട് അത്യാവശ്യം കൊടുക്കാൻ. ഈ കാണുന്ന സൈസുകളിലൊക്കെ നമുക്ക് കൊടുക്കാനുള്ള. അതെ. ഇത് സിംഗ ബ്ലൂ മൊസൈക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രെയിനാണത്. സാന്താ മറിയ എന്ന് പറഞ്ഞൊരു സ്ട്രെയിനാണിത്. അത്ര പഴയതല്ല, എന്നാലും കുഴപ്പമില്ല. കൊടുക്കാനുണ്ട്. ഇത് AFR ഫാൻറ്റെയിൽ റിബണാണ്. ഉണ്ട്. നമ്മൾ AFR ഫ്ലവർ ഹൗസിൽ ചെയ്യുന്നുണ്ട്, ഈ ഫാൻറ്റെയിൽ ചെയ്യുന്നുണ്ട്, പിന്നെ വൈറ്റ് ഇയർ ചെയ്യുന്നുണ്ട്.
എല്ലാം കൊടുക്കണ്ടല്ലോ. ഉണ്ട് അത്യാവശ്യം ചെയ്യുന്നുണ്ട്. ഇത് ആൽബിനോ ഗോൾഡൻ വൈറ്റ് ഹൈ ഡോർസൽ എന്ന് പറഞ്ഞൊരു സ്ട്രെയിനാണത്. ആൽബിനോ കാറ്റഗറിയാണ് ഇത്. ബോഡിക്ക് ഒരു ഗോൾഡൻ കളറും ടെയില് മൊത്തം കറക്റ്റ് വൈറ്റ് വരുന്നൊരു ഇതാണ്. കൊടുക്കാനുള്ള സൈസാണ് നമുക്ക്. അത് അത്ര പഴക്കമായിട്ടില്ല. ആൽബിനോ ഗോൾഡൻ വൈറ്റ് ഹൈ ഡോർസൽ എന്ന് പറയും. ഇത് ഡീപ്പ് റെഡ് റിബൺ ലൈനേജ് ആണിത്. ആൽബിനോ അല്ലത്, ബ്ലാക്ക് ഐ ആണ്. ഈ കാണുന്ന സൈസിൽ നമുക്ക് കൊടുക്കാനുള്ള റിബൺ ലൈനേജ് ആണിത്. ബോഡിക്ക് ഒന്നും കളർ കയറി വരാണ്ട് അത് 2 മാസമായിട്ടുള്ളൂ. ഇത് റെഡ് പഗാസ് എന്ന് പറഞ്ഞൊരു സ്ട്രെയിനാണത്. ആൽബിനോ വെറൈറ്റി ആണ്. അതിൻ്റെ ബോഡിയും ഒരു പാറ്റേൺ ഉണ്ട്. അതാണ് റെഡ് പഗാസ് എന്ന് പറയുന്നത്. കൊടുക്കാനുണ്ട്, അത്യാവശ്യം കൊടുക്കാനുണ്ട്. ഇത് ഗാലക്സി ബ്ലൂ ടൈഗർ റിബൺ എന്ന് പറഞ്ഞ ഇതാണത്. റിബൺ ലൈനേജ് ആണിത്. കൊടുക്കാനുണ്ട്. നമ്മൾ ജൂനിയർ സൈസിനാണ് കൊടുക്കുന്നത്. ഇത് ഗോൾഡൻ ഫ്ലെമിംഗോ റെഡ് റോസ് എന്ന് പറയുന്നത് പുതിയ ഒരു സ്ട്രെയിനാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡോർസല് നല്ല പോളി ഡോർസൽ പോലെ നല്ല വലുപ്പം വരുന്നതാണ്. അത് ബ്രൂഡാണ്. എൻ്റെ കുട്ടികൾ നമുക്ക് കൊടുക്കാനുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് കൊടുക്കാൻ ആ സൈസ് ഒന്നുകൂടി ഇതായി കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ സൈസ്. ഇത് ബ്ലൂ കിങ് കോബ്ര എന്ന് പറയുന്നൊരു സ്ട്രെയിനാണിത്. പഴയ സ്ട്രെയിനാണ്, ഇപ്പോഴും കീപ്പ് ചെയ്തെന്ന് മാത്രം. അല്ല, പെട്ടെന്ന് സാധാരണക്കാരൻ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ട്രെയിനാണിത്. ബോഡിയത്തെ പാറ്റേൺ ഒരു കോബ്ര പാറ്റേൺ ആണ്. കൊടുക്കാനുണ്ട്. കാണുന്ന സൈസ് നമുക്ക് കൊടുക്കാനുള്ളതാണ്. ജൂനിയർ സൈസാണ്, നമുക്ക് കൊടുക്കാനുള്ളതാണ്. ഇത് പർപ്പിൾ മൊസൈക്ക് പ്രിന്റഡ് ഇയർ എന്ന് പറഞ്ഞിട്ടൊരു ലൈനേജാണ്. റിബൺ ലൈനേജാണിത്. സ്റ്റേബിൾ അല്ല ഇതിൽ പർപ്പിളും ഇറങ്ങും, റെഡും ഇറങ്ങും, ഗ്രീനും ഇറങ്ങാറുണ്ട്. കൊടുക്കാനുണ്ട്. ഇത് HB യെല്ലോ മൊസൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ട്രെയിനാണ്. പഴയ സ്ട്രെയിനാണ്, പക്ഷെ പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ട്രെയിനാണ്. ഹാഫ് മൂൺ ടൈലാണ്. ഫീമെയിലിനും മെയിലിനും ഒരേ പോലെ ടൈൽ വരും. ഇത് യെല്ലോ കിങ് കോബ്ര എന്ന് പറയുന്നൊരു സ്ട്രെയിനാണിത്. പഴയ സ്ട്രെയിൻ തന്നെയാണ്. കൊടുക്കാനുണ്ട്. ഇത് അത്ര സ്റ്റേബിൾ അല്ല. അതിൽ നിന്ന് റെഡ് കളർ ഇറങ്ങാറുണ്ട്. 2 കളർ ഇറങ്ങും. ഇത് HB ഗ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ട്രെയിനാണിത്. അതെ. പക്ഷെ ഇതും സ്റ്റേബിൾ അല്ല. ഒരു 80% തന്നെ അത്രേ ഉള്ളൂ. ഇതിന് 2 കളർ ഇറങ്ങുന്നുണ്ട്. റെഡ് ഇറങ്ങും,
റെഡ് ഗ്രാസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, സെയിൽ ചെയ്യുന്നുണ്ട്. ഇത് AFR ഫ്ലവർ ഡോട്ട്സിലാണത്, ആൽബിനോ ഫുൾ റെഡ് ഫ്ലവർ ഡോട്ട്സിലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഡോർസൽ ഫ്ലവർ പോലെ ഫീമെയിലിൻ്റെ ഒന്നുകൂടി നല്ല താഴത്തേക്ക് വീണെടുക്കുന്ന ടൈപ്പാണിത്. ഒന്നുകൂടിയും സൈസ് ആകുമ്പോൾ ഒന്നുകൂടിയും വലിപ്പം വരും. കൊടുക്കാനുണ്ട്. HB റെഡ് കോളി ഡോർസൽ എന്ന് പറയുന്ന ഒരു സ്ട്രെയിനാണത്. ഇത് പഴയ സ്ട്രെയിനാണ്, പക്ഷേ എല്ലാവർക്കും പെട്ടെന്ന് പുതിയ ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എടുക്കാവുന്ന റേറ്റുമാണ്, നല്ല ഇഷ്ടമാവുന്ന ഒരു സ്ട്രെയിനാണിത്. ഡോർസൽ കോളി ഡോർസലാണ്, പറ്റിയൊരു സ്ട്രെയിനാണ്. കാരണം ഇത് ഇപ്പോൾ ഒന്നുകൂടി സൈസ് ആകും തോറും അതിൻ്റെ ഡോർസൽ ഇങ്ങനെ നല്ല വലിപ്പം വന്നുകൊണ്ടിരിക്കും. ഇത് ജാപ്പനീസ് ബ്ലൂ ടൈൽ എന്ന് പറഞ്ഞൊരു ലൈനാണിത്. പഴയ ലൈനാണ്, ഇപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുന്നു മാത്രം. നല്ല വൈഡ് ടൈലാണ്, നല്ല ലൈറ്റിങ് വരുമ്പോൾ അതിൻ്റെ ബ്ലൂ ഷെയ്ഡ് നല്ല രസമായിട്ട് കാണാൻ പറ്റും. ഇത് പ്ലാറ്റിനം കോയി ബിഗ് ഇയർ പറയുന്ന സ്ട്രെയിനാണിത്. ഇപ്പോൾ ഇത് ഇറങ്ങിയിട്ട് അധികം ആയിട്ടില്ല, അത് ഇയർ ഒന്നുകൂടി കളർ വരാനുണ്ട്. ഇപ്പോൾ ഒരു 2-2.5 മാസമായിട്ടുള്ളത്. കൊടുക്കാനുണ്ട്, ഈ സൈസിൽ നമുക്ക് കൊടുക്കാനുണ്ട്. ഇത് AFRൻ്റെ വൈറ്റ് ഇയർ ആണ്, അത് ജുവനൽ സൈസാണ്. ഒന്നുകൂടി ഇയർ കളർ കയറാനുണ്ട് അതിൻ്റെ. കൊടുക്കാനുണ്ട്, ഈ സൈസിൽ നമുക്ക് ഇഷ്ടം പോലെ കൊടുക്കാനുണ്ട്. കുഴപ്പമില്ലാന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇത് HB മെറ്റാലിക്ക എന്നൊരു പുതിയൊരു സ്ട്രെയിനാണ്. അധികം പഴക്കമായിട്ടില്ല. കൊടുക്കാനുണ്ട്, ഈ സൈസിൽ നമുക്ക് കൊടുക്കാനുണ്ട്. ഇതുകൊണ്ട് ജൂനിയർ സൈസ് ആയതുകൊണ്ട് 2 ബാച്ചോളം കൊടുക്കാനുണ്ട് നമുക്ക്. ഇല്ലില്ല, റീറ്റെയിൽ മാത്രമേ ഉള്ളൂ. ഇത് മെക്കാരിഫ് യെല്ലോ എന്നുള്ളൊരു സ്ട്രെയിനാണ്. ഇല്ലില്ല, ഇത് പഴയ സ്ട്രെയിനാണ്. ഇപ്പോൾ നമ്മൾ കീപ്പ് ചെയ്യണമെന്ന് മാത്രം. തുടക്കക്കാർക്കൊക്കെ പറ്റിയൊരു സ്ട്രെയിനാണ്. അത്ര റേറ്റ് വരുന്നില്ല, നോർമൽ റേറ്റ് വരുന്നുള്ളൂ. അതൊക്കെയാണ് നമ്മുടെ ഗപ്പികൾ, നമ്മൾ ചെയ്യുന്ന ഗപ്പികൾ. ഇപ്പോൾ കണ്ട ഗപ്പികളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഗപ്പി വേണ്ടത് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. വീഡിയോയിൽ താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നത്, അതിൽ വിളിച്ച് നമ്മൾ ഗപ്പി ഓൾ കേരള നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലൻ ബ്രീഡറുടെ വിശേഷങ്ങളായിട്ട് കണ്ടുമുട്ടാം.